ഗൈസ്, അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലെ കാറ്റലോഗ്സിൻ്റെ അടുത്താണ്. അപ്പോൾ ഇങ്ങനെ വീടിന് മൊത്തം പന്തളിച്ചിരിക്കുന്ന ഈ കാറ്റലോഗ്സ് പൂക്കുക ഇത് കണ്ടില്ലേ, എന്ത് രസമാണെന്ന് അങ്ങനെ. എന്തായാലും കാറ്റലോഗ്സ് കുറേ പൂക്കളായിട്ടൊക്കെ നല്ല രസമാണ്. ഇതൊരു ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ ആയിരിക്കും നല്ലതായിട്ട് പൂക്കുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിൽ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ മഴക്കാലമായതുകൊണ്ട് ഇത് ഇപ്പോൾ ഇലയെല്ലാം തളിരിട്ട് നിൽക്കും. ഇപ്പോൾ ഈ ഇലയെല്ലാം നിൽക്കുന്ന പോലെ തന്നെ പൂക്കൾ ഇതുപോലെ നിറയെ വരും. ഇതുപോലെ ഒരു ഏപ്രിൽ ജനുവരി മാസമൊക്കെ ആകുമ്പോൾ ഈ പൂക്കൾ നല്ല രീതിയിൽ പൂക്കാൻ തുടങ്ങും. ഇപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഏരിയയിൽ ഇതുപോലെ ഉണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് എങ്ങാണ്ട് ഇത് വെട്ടുമായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു വീഡിയോ എടുത്തേക്കാന്ന് വെച്ചെടുക്കാം. കണ്ടോ, നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ നട്ട് വളർത്തിയ സാധനം ഒരു ദിവസം എല്ലാമായിട്ട് പോകുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതുടനെ ഇത് പറിച്ചു മാറ്റും. കണ്ടോ, കാണാൻ തന്നെ എന്ത് രസമാണ്. നമ്മൾ ഇതുപോലെ തന്നെ പൂത്ത് നിൽക്കുന്ന ഒരു ടൈമും കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ജനുവരിയിലൊക്കെ എന്ത് രസമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒന്നുകൂടെ നല്ല രസമായിട്ടാണ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വീട് ഫുള്ള് ഈ കാറ്റലോഗ്സാണ്. ഫുള്ള് കണ്ടോ, ഈ ഡിഷിലും എല്ലാം കയറി പിടിച്ചിട്ടുണ്ട്, ഈ മരത്തിലും. ഇപ്പോൾ ഈ ഇല കാണാത്ത പോലെ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരും. അപ്പോൾ ഫ്ലവേഴ്സ് വരുമ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. എന്തെന്ന് വെച്ചെന്നാൽ അപ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് വെട്ടിക്കളയുമായിരിക്കും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുപോലെ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഇതുപോലെ ഏകദേശം പൂവരാറായപ്പോഴാണ് വെട്ടിയത്. അപ്പോൾ ഇവിടെയും അതുപോലെ വെട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിന് മുമ്പ് ഇതെന്തെങ്കിലും ഒരു മാർഗം ചെയ്യണം. കണ്ടില്ലേ, വീട് ഫുള്ള് ഇതാണ്. കാണാനും നല്ല രസമാണ്. ഇപ്പോൾ ഒരു വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയൊക്കെ വന്ന് അയ്യടാ മരം ഒടിഞ്ഞു വീണു കേട്ടോ ഗൈസ്. ഞാനൊന്നും ചെയ്തതല്ല, മരം തനിയെ ഒടിഞ്ഞു വീണു. ഇനി ഇത് ഞാൻ എങ്ങനെ വെക്കുമെന്ന്. മരം ഒടിഞ്ഞു വീണിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ മരം ഒന്ന് കെട്ടി വെച്ചേക്കട്ടെ.